ജാതി സെൻസസ് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരെന്ന കേരളം സുപ്രീം കോടതിയിൽ. സംവരണത്തിന് അർഹരായ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കുന്നില്ലെന്ന കോടതിയലക്ഷ്യ ഹർജിയിലാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം. ചീഫ് സെക്രട്ടറിയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. എസ് നന്ദഗോപനുണ്ട് വിശദാംശങ്ങളുമായി. നന്ദൻ, ജാതി സെൻസസിൽ സംസ്ഥാനത്തിന്റെ നിലപാട് പുറത്തു വന്നിരിക്കുകയാണ്. തങ്ങൾക്ക് അത്തരത്തിൽ ഒരു നിലപാടില്ല, അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്തണമെന്നുള്ളൊരു ആവശ്യമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയം. സുപ്രീം കോടതിയിൽ അതുതന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കേണ്ടത്, തങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ളൊരു നിലപാടാണ് കേരളം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വിഷ്ണു, സംവരണത്തിന് അർഹരായ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കുന്നില്ല എന്നും അത് കോടതി അലക്ഷ്യമാണെന്നും കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജിയുണ്ടായിരുന്നു. ആ ഹർജിയിൽ കേരളത്തിന് സുപ്രീം കോടതി നിലപാട് അറിയിക്കുവാൻ വേണ്ടി നോട്ടീസ് അയച്ചു. അതിലാണ് ഇപ്പോൾ കേരളം, ആ നോട്ടീസിന് മറുപടിയായിട്ടാണ് കേരളം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജാതി സെൻസസ് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള കാര്യമാണ് കേരളം തങ്ങളുടെ നിലപാടായിട്ട് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ കോടതി അലക്ഷ്യം നടത്തിയിട്ടില്ല എന്നും കേരളം വ്യക്തമാക്കുന്നു. അതേസമയം നമുക്കറിയാം, ബീഹാറും അതേപോലെ തന്നെ തെലങ്കാനയും അടക്കം സ്വന്തം നിലയ്ക്ക്, സംസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെ ജാതി സെൻസസിലേക്ക് കടക്കുമ്പോൾ കേരളം ഇത്തരമൊരു വാദമുഖം, അതായത് കേന്ദ്ര സർക്കാരാണ് ജാതി സെൻസസ് നടത്തേണ്ടത് എന്നൊരു വാദമുഖമാണ് മുന്നോട്ട് വെക്കുന്നത്. വിഷ്ണു. നന്ദൻ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലടക്കം ഈ ഒരു വിഷയം നേരത്തെ ചർച്ചയ്ക്ക് വന്നതാണ്. കോൺഗ്രസ് ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചത് ജാതി സെൻസസ് ഭാരതത്തിൽ ഉടനീളം നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സഖ്യത്തിലെ തീരുമാനത്തിൽ വിള്ളലുണ്ടാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയല്ലേ നിലവിൽ കേരളം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്? ജാതി സെൻസസ് നടത്തി അതിലൂടെ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ അത് വോട്ട് ബാങ്കായി മാറുമെന്നുമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ബീഹാറിലടക്കം നേരത്തെ നിതീഷ് കുമാർ ഈ ജാതി സെൻസസുമായി മുന്നോട്ട് പോയത്. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ജാതി സെൻസസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് ഈ ജാതി സെൻസസിനോട് അനുകൂല നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് നിൽക്കുന്നു. ഒപ്പം കോൺഗ്രസിനൊപ്പം പശ്ചിമ ബംഗാൾ തന്നെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലടക്കം മത്സരിക്കുന്ന ഇടതുപക്ഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് സ്വാഭാവികമായും ഈ ഇന്ത്യ സഖ്യത്തിന്റെ പൊതു നിലപാടിന് വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം കേരളം അത് കേന്ദ്രത്തിന് മേൽ പഴിചാരിക്കൊണ്ട് അവിടെ രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള അത്തരം ചില നിരീക്ഷണങ്ങളാണ് രാഷ്ട്രീയ വിദഗ്ധരും മറ്റും നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേരളം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൽ നേരത്തെ ഇത് ചർച്ചയായ വിഷയം തന്നെയാണ്. അതിനാൽ തന്നെ അവിടെ CPM സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ള കാര്യവും ഇനി അറിയേണ്ടിയിരിക്കുന്നു. വിഷ്ണു. ശരി, കേന്ദ്ര സർക്കാരാണ് ജാതി സെൻസസ് നടത്തേണ്ടത് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ കേരളം സ്വീകരിച്ച നിലപാട്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.